അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون. പ്രിയപ്പെട്ട പഠിതാക്കളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവശക്തനായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സൂറ യാസീനിലെ 4 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത്. വിശുദ്ധ ഖുർആൻ യുക്തിഭദ്രമാണ്, തത്വസമ്പൂർണമാണ്, സാരസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. തീർച്ചയായും മുഹമ്മദ് നബിയെ താങ്കൾ നിയോഗിക്കപ്പെട്ട അയക്കപ്പെട്ട ദൈവദൂതന്മാരിൽപ്പെട്ട ആള് തന്നെയാണ്, താങ്കൾ ചൊവ്വായ പാതയിലാണ് എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5-ാമത്തെ ആയത്ത്. തൻസീൽ. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, യൻസിലു ഇറങ്ങുക, തൻസീൽ എന്ന് പറഞ്ഞാൽ ഇറക്കം. തൻസീലൽ എന്ന് വെച്ചാൽ അവതരിപ്പിച്ചത്. തൻസീലൽ അസീസിർ റഹീം. പ്രതാപശാലിയും കാരുണ്യവാനുമായിട്ടുള്ള അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഇത്. അഥവാ പ്രതാപിയും കരുണാനിധിയുമായിട്ടുള്ളവൻ അവതരിപ്പിച്ചതാകുന്നു ഈ ഖുർആൻ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും. ലിതുൻദിറ താക്കീത് നൽകപ്പെടുന്നതിന് വേണ്ടി, ഖൗമൻ ഒരു ജനതയ്ക്ക്, മാ ഉൻദിറ താക്കീത് നൽകപ്പെട്ടിട്ടില്ല, ആബാഉഹും അവരുടെ പിതാക്കൾക്ക്, ഫ അതുകൊണ്ട്, ഹും അവർ, ഗാഫിലൂൻ അവര് അശ്രദ്ധയിൽ കഴിയുന്നവരാകുന്നു എന്നാണ്. ലഖദ് ഹഖൽ ഖൗലു തീർച്ചയായും വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു, അലാ അക്സരിഹിം അവരിൽ അധികം ആളുകളുടെ പേരിലും, ഫ അതുകൊണ്ട് തന്നെ, ഹും അവർ, ലാ യുഅ്മിനൂൻ വിശ്വസിക്കുന്നവരല്ല. ഈ 3 ആയത്താണ് നമ്മൾ പാരായണം ചെയ്യാൻ നേർക്കുനേരെ അതിന്റെ അർത്ഥം പറയുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുടക്ക കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാകുന്ന സ്വപ്നങ്ങൾ കാണുകയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരെയാണ് ആരാധിക്കേണ്ടത്, ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ജീവിതം, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതിനെ കുറിച്ചൊന്നും യാതൊരു വിധത്തിലുള്ള തിരിച്ചറിവുകളും ഇല്ലാതിരിക്കുകയും, റസൂല് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുകയും, ഹിറാ ഗുഹയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തനായി ചിന്തയിൽ മുഴുകി ഇരിക്കുകയും ചെയ്തിരുന്നു എന്നതൊക്കെ ചരിത്രത്തിലൂടെ നമ്മൾ പഠിച്ച സത്യങ്ങളാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഏതോ ഒറ്റയായ ഏതോ ഒരു രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങളാണ് അവതരിച്ചത് എന്നതും, പിന്നീട് 23 വർഷക്കാലം കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം പൂർത്തിയായത് എന്നും നമുക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ ആദ്യത്തെ 13 വർഷം മക്കയിലും, പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ മദീനയിലെ ബാക്കിയുള്ള 10 വർഷക്കാലം, അങ്ങനെ 13ഉം 10ഉം 23 വർഷക്കാലം കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം പൂർത്തിയായത്. അപ്പൊ ആരാണ് ഇത് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, തൻസീലൽ അസീസിർ റഹീം, പ്രതാപിയും
കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവാണ് ഇത് അവതരിപ്പിച്ചത്. കരുണാനിധിയുമായിട്ടുള്ളവൻ അവതരിപ്പിച്ചതത്രേ ഇത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അസീസ് എന്നതും റഹീം എന്നതും അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളാണ്. അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ വിശിഷ്ട നാമങ്ങളിൽ പെട്ടതാണ് അൽ അസീസ് എന്നത്. എന്ന് വെച്ചാൽ അവൻ പ്രതാപശാലിയാണ്. അവന്റെ കൽപ്പനകളെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. സത്യനിഷേധികളെ ശിക്ഷിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ പൂർണ്ണമായ പ്രതാപവും അതേപോലെ തന്നെ ശക്തിയും അള്ളാഹുവിനുണ്ട് എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അർ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അള്ളാഹു റഹ്മാനും റഹീമുമാണ്, പരമകാരുണികനാണ് എന്ന് പറയുമ്പം ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും അള്ളാഹുവിന് കാരുണ്യമാണ്. അള്ളാഹു അർ റഹ്മാനാണ്, അർ റഹീമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നാമങ്ങളാണത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രതാപ ഐശ്വര്യങ്ങളുള്ളവനായിരിക്കെ തന്നെ എല്ലാവരെയും ശിക്ഷിക്കാനും ഒക്കെ അള്ളാഹുവിന് സാധ്യമാകും എന്നിരിക്കെ തന്നെ അള്ളാഹു അത്യധികം കരുണയുള്ളവനാണ്. തന്റെ അടിമകൾക്ക് വഴികാട്ടാനായി ഈ വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചു തന്നു എന്നത് തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിൽപ്പെട്ടതാണെന്നാണ്. കാരണം ഇങ്ങനെ അള്ളാഹു ഒരു ദൈവദൂതനെ നിയോഗിക്കുകയും ആ ദൈവദൂതൻ വഴി നമുക്ക് അള്ളാഹുവിന്റെ വേദപുസ്തകം എത്തുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ എല്ലാ വഴികേടിലും ചെന്ന് വീഴും. എവിടെയാണ് നമുക്ക് സത്യസന്മാർഗത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും ബോധ്യങ്ങളും വഴികേടിൽ നിന്ന് മാറി സഞ്ചരിക്കാനുള്ള ഒരു നമ്മുടേതായിട്ടുള്ള ഒരു താല്പര്യവും ആഗ്രഹവും ഒക്കെ, അത് പടച്ച തമ്പുരാനിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും വരാനിരിക്കുന്ന പരലോകത്തെക്കുറിച്ച് ബോധ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നേരായ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷെ ആ നേരായ പാതയെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഒന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹു ഇത് അവതരിപ്പിച്ചത് എന്നത് നമുക്കറിയാം. ഇരുണ്ട യുഗം എന്ന് പറയുമ്പോൾ എല്ലാവിധത്തിലുള്ള അക്രമങ്ങളും അധർമ്മങ്ങളും വൃത്തികേടുകളും തന്നിഷ്ടങ്ങളും അഹങ്കാരവും ഒക്കെ കൂടി ഒത്തി വാണിരുന്നൊരു കാലം. വർഗത്തിന്റെയും വംശത്തിന്റെയും കുലമഹിമയുടെയും ആഢ്യത്വത്തിന്റെയും തന്നിഷ്ടങ്ങളുടേതും ഒക്കെയായിട്ടുള്ള ഒരു കാലം. എല്ലാവിധത്തിലുള്ള വൃത്തികേടുകളും അരങ്ങേറിയുന്ന ഡാർക്ക് ഏജ് എന്ന് പറയപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും വിശുദ്ധ ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ ഒരു നൂർ, അള്ളാഹുവിന്റെ ഒരു പ്രകാശമാണ്. ആ പ്രകാശം കിട്ടുമ്പോഴാണ് നമുക്ക് സത്യസന്മാർഗത്തിലേക്കുള്ള വഴി തെളിയുന്നത്. അത് അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഇപ്പൊ സൂറ ഷുഅറാ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് അള്ളാഹു ഇത് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രതാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു എങ്കിൽ നിന്ന് ഇത് അവതരിപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ഇതിലുള്ള ഒരുപാട് തെളിവടയാളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. തീർച്ചയായും അതിലുണ്ട്, അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവടയാളങ്ങളുണ്ട്. പക്ഷെ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. അത് ഈ പ്രപഞ്ചത്തിലെ അള്ളാഹു സൃഷ്ടിച്ച ശരിക്കും മികച്ചതായ സസ്യവർഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു. അതേപോലെ തന്നെ പൂർവ്വപ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞപ്പോ പറഞ്ഞു. മൂസാ നബിയിൽ നിന്നും ഫിർഔനെയും കൂട്ടരെയും രക്ഷിക്കുകയും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സമുദ്രജലം 2 ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഭിത്തി കണക്കെ മാറി നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്തും ഒക്കെ അള്ളാഹുവിന്റെ പ്രതാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. പ്രതാപവാനാണ് എന്നതും അവൻ കാരുണ്യവാനാണ് എന്നതും പറയുന്നുണ്ട്. ഇവിടെയൊക്കെ പറയുന്നത് തന്നെ ഇതാണ്, ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. തീർച്ചയായും നിന്റെ രക്ഷിതാവ് ലഹുവൽ അസീസുർ റഹീം, അവൻ പ്രതാപശാലി തന്നെയാണ്, കാരുണ്യവാനുമാണ് എന്നതാണ്. വ ഇന്നഹു ലതൻസീല റബ്ബിൽ ആലമീൻ എന്നാണ്. തീർച്ചയായും ഇത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചത് തന്നെയാണ്. ലതൻസീല,
അവതരിപ്പിച്ചത് തന്നെ എന്ന് ഉറപ്പിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതല്ല. ഇത് ശരിക്കും അള്ളാഹുവിങ്കിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നതിന് ഒരുപാട് തെളിവടയാളങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. അതോടൊപ്പം അള്ളാഹു അത് ശരിക്കും ഇങ്ങനെ എന്താ പറയാ, അത്രമേൽ ഇങ്ങനെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രതാപത്തെയും അള്ളാഹുവിന്റെ ശക്തിയെയും ഒക്കെ ഹദീസുകളിലൂടെയും നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശക്തിയെയും പ്രതാപത്തെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന പ്രമുഖമായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻതുലിനി എന്നാണ്. എന്നുവെച്ചാൽ അള്ളാഹുവേ, നീ അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, നിന്റെ പ്രതാപം അഥവാ നിന്റെ ഇസ്സത്ത് കൊണ്ട് എന്നെ വഴികേടിലാക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നാണ്. ശരിക്കും അള്ളാഹുവിലേക്ക് അഭയം തേടുമ്പോ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കും. ആരാണോ നമ്മളെ പഴിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കി നമ്മളെ വഴികേടിലേക്ക് നയിക്കുന്നത്, അത് പൈശാചികമായ ഇടപെടൽ കൊണ്ടാണ് എങ്കിൽ അള്ളാഹുവിൽ നമ്മൾ അഭയം തേടുമ്പോൾ തീർച്ചയായും അള്ളാഹു രക്ഷിക്കുമെന്നതാണ്. മാത്രമല്ല, ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ശരണം തേടാൻ മാത്രം ഒരിക്കലും എപ്പോഴും ശരണം തേടാൻ മാത്രം പടച്ച തമ്പുരാൻ അൽ ഹയ്യാണ്, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, നീ ഒരിക്കലും മരണപ്പെടാതെ ജീവിച്ചിരിക്കുന്നവനാണ് എന്നും, എന്നാൽ ജിന്നുകളും മനുഷ്യരുമെല്ലാം മരണപ്പെടുന്നതാണ് എന്നും ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ ശമനം തേടിയിട്ട് നമ്മളിങ്ങനെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ ബിസ്മില്ല പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഊദു ബി ഇസ്സത്തി, പിന്നെ എന്താണ് ബിസ്മില്ല നമ്മൾ പറയല്ലോ, ബിസ്മില്ല അഊദു ബി ഇസ്സത്തിക വ ഖുദ്റതിക. അപ്പോ നിന്റെ പ്രതാപം കൊണ്ടും നിന്റെ ശക്തി കൊണ്ടും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. അത് ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ടും പടച്ച തമ്പുരാൻ നമുക്ക് ആശ്വാസം തരും, നമ്മുടെ പിന്നെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് ശമനം നൽകും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളിൽപ്പെട്ടതാണ് ഇത് എന്നതും. അപ്പൊ ആ ഇസ്സത്ത്, അള്ളാഹുവിന്റെ പ്രതാപ ഐശ്വര്യങ്ങൾ ഒരിക്കലും പരാജയപ്പെടാത്ത, എന്നും പ്രതാപിയായിട്ടുള്ളവനാണ് അള്ളാഹു. നമ്മുടെ ലോകത്ത് നമ്മൾ കാണുമ്പോൾ ഏറെക്കാലം പ്രതാപ ഐശ്വര്യങ്ങൾ ഉണ്ടായിരുന്ന, എല്ലാ തരത്തിലും മറ്റുള്ളവരെ അടക്കി ഭരിച്ചിരുന്ന ഒരുപാട് രാജാക്കന്മാരെയും ഒരുപാട് പ്രതാപികളായിട്ടുള്ള ആളുകളെയും ഒക്കെ പിൽക്കാല ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവരുടെ നാശത്തെക്കുറിച്ചും അവരുടെ ഗതികെട്ട അവസ്ഥയെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും അങ്ങനെയല്ലെങ്കിലും പല വിധത്തിലും നമുക്ക് പലരുടെയും ചരിത്രം പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലത്തും ആ പ്രതാപത്തിനും ഐശ്വര്യത്തിനും ഒരു കോട്ടവും വരാത്ത വിധത്തിൽ എല്ലാ പ്രതാപവും ശക്തിയും ഒക്കെ അള്ളാഹുവിൽ സമ്മേളിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സർവശക്തനാണ്. അവന്റെ തീരുമാനങ്ങളെ തടയാനോ അവനെ കീഴടക്കാനോ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്ക് സാധ്യമല്ല എന്നതുകൂടിയാണ് അവൻ പ്രതാപശാലി ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ തുല്യതയില്ലാത്ത പ്രതാപ ഐശ്വര്യങ്ങളുടെ ഉടമയാണ് എന്ന് പറഞ്ഞാൽ അത്യപൂർവമായിട്ടുള്ള, ഒരിക്കലും വേറൊരാൾക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറ്റാത്ത, സമാനതകളില്ലാത്ത ഒന്നാണ് അള്ളാഹുവിന്റെ അസീസ് എന്ന നാമം. അത്രമേൽ പ്രതാപ ഐശ്വര്യങ്ങളുള്ളവൻ. ആ വിധത്തിൽ ഒരാളും തന്നെയില്ല, അള്ളാഹുവിന് തുല്യനായ ഒരാളുമില്ല. ആ പ്രതാപ ഐശ്വര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിന്റെ മേൽക്കോയ്മയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളുടെ മേലും അള്ളാഹുവിന്റെ പൂർണ്ണമായ ഈ അധികാരമുണ്ട് എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാ വിധത്തിലും അള്ളാഹു പ്രതാപ ഐശ്വര്യങ്ങളുടെ ഉടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ എപ്പോഴും നമ്മള് അള്ളാഹുവിന്റെ അസീസിനെ കുറിച്ച് പറയുമ്പോൾ, പ്രതാപശാലിയാണ് എന്ന നാമവിശേഷണം പറയുമ്പോൾ അതിനോട് ചേർത്ത് മിക്ക സ്ഥലത്തും നമുക്ക്
അൽ ഹക്കീം എന്ന നാമം കൂടി ചേർത്ത് വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു അത് അള്ളാഹുവിന്റെ ഈ അസീസ് എന്ന നാമത്തോടു കൂടി ഹക്കീം എന്നത് കൂടി ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് വലിയ ശക്തിയും പ്രതാപവും ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മനുഷ്യൻ വല്ലാത്ത അഹങ്കാരിയായിട്ട് മാറും. അത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒട്ടുമിക്ക ആളുകളും അങ്ങനെ അഹങ്കാരികളായിട്ട് മാറും. പക്ഷെ പടച്ച തമ്പുരാൻ പ്രതാപശാലിയാണെങ്കിലും അസീസ് ആണെങ്കിലും അവൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ തികഞ്ഞ യുക്തിബോധം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ഹക്കീമ് കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലത്തും നമുക്ക് ഇത് രണ്ടും കൂടി ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്ന് പറയും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ആ ഹക്കീമായിട്ടുള്ള അള്ളാഹുവിൽ നിന്നാണ് ഇത് വന്നത് എന്നത് കൊണ്ടാണ് ഖുർആനിൽ ഹക്കീം എന്ന് പറയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ തൻസീൽ അൽ അസീസ് റഹീം, പ്രതാപശാലിയും കാരുണ്യവാനുമായിട്ടുള്ള അള്ളാഹുവിൽ നിന്നും അവതരിപ്പിച്ചതാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്തിനാണ് അള്ളാഹു ഇത് അവതരിച്ചതെന്ന്, ഈ വിശുദ്ധ വേദം അള്ളാഹു അവതരിക്കാൻ കാരണമെന്ത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി? ലിത്തുന്ദിറ, അന്തറ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകിയെന്നാണ്. പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നദീർ, താക്കീത് നൽകുന്നവൻ, ബഷീർ, സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ എന്നാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് ലിത്തുന്ദിറ, താക്കീത് നൽകപ്പെടുന്നതിനു വേണ്ടി. ഖൗമൻ, ഒരു ജനതയ്ക്ക്. മാ ഉന്ദിറ, താക്കീത് നൽകപ്പെട്ടിട്ടില്ല ആബാഉഹും, അവരുടെ പിതാക്കൾക്ക്. ഫഹും, അതുകൊണ്ട് തന്നെ അവർ ലാ യുഅ്മിനൂൻ, ഫഹും ഗാഫിലൂൻ, അവര് അശ്രദ്ധയിൽ കഴിയുന്നവരായിരുന്നു എന്നാണ്. അപ്പോ പൂർവ്വ പിതാക്കൾക്ക് താക്കീത് നൽകപ്പെടാത്തത് കൊണ്ട് തന്നെ അശ്രദ്ധയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗം, അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് താക്കീത് നൽകപ്പെടുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് അധികം ആളുകൾക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. ഇതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ പൂർവ്വപിതാക്കൾക്ക് എന്താണ് ജീവിതമെന്നും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും എവിടേക്കാണ് പ്രയാണമെന്നും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്നും ആരെയാണ് ആരാധിക്കേണ്ടത് എന്നും ആരെയൊക്കെ ആരാധിച്ചുകൂടാ എന്നും അവർക്കറിയില്ലായിരുന്നു. അങ്ങനെ അറിയാതിരിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് മുമ്പുള്ള ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് ഈസാ അലൈഹിസ്സലാമയാണ്. ഈസാ അലൈഹിസ്സലാമയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ 500 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഈസാ അലൈഹിസ്സലാമയ്ക്ക് ശേഷം 500 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും, അങ്ങനെയാണെങ്കിൽ എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇപ്പോ 1500-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞില്ലേ, എന്നിട്ടും വിശുദ്ധ ഖുർആനിന്റെ മൂല്യങ്ങളും ആശയങ്ങളും ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുറെയൊക്കെ നമുക്ക് അറിയാലോ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ഇന്നത്തെ പോലെയുള്ള കാലഘട്ടമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് പോലും പുസ്തകമില്ല, എഴുത്ത് വായനയില്ല, ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് കല്ലുകളിൽ, എല്ലുകളിൽ, ഈത്തപ്പനയോലകളിൽ, മടലുകളിൽ ഒക്കെയാണ് എഴുതി വെച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ഇന്നത്തെ പോലെ കടലാസും പേനയും പുസ്തകവും ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നില്ല. മാത്രമല്ല, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, തീർച്ചയായും നാം ആണ് ഈ വേദം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞത് കൊണ്ട് തന്നെ, അള്ളാഹുവിന്റെ ആയത്തുള്ളത് കൊണ്ട് തന്നെ ഈ ആയത്തുകളിൽ ഒന്നും, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ പോലും ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാത്ത വിധത്തിൽ അള്ളാഹു അതിനെ കാത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംരക്ഷണം മുൻ വേദങ്ങളുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കണില്ല. അതുകൊണ്ട് തന്നെ അതിൽ പലതും കൂട്ടിച്ചേർത്തു. ശരിക്കും
കൂട്ടിച്ചേർക്കലുകളില്ലാതെ നേരെ ചൊവ്വയുള്ള ഇഞ്ചീല്, തൗറാത്ത്, സബൂർ പോലെയുള്ള ഒരു വേദം നമുക്ക് കാണാൻ പറ്റണില്ല. മാത്രമല്ല പൂർവ്വവേദങ്ങളെയൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടും ലോകാവസാനം വരെയുള്ള ഒരു വേദമാണ് വിശുദ്ധ ഖുർആൻ എന്നതുകൊണ്ടും അതിന്റെ ആധികാരികത, അതിന്റെ സത്യസന്ധത ഒക്കെ വളരെ കൃത്യമാണ്. അത് അള്ളാഹു സൂക്ഷിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ലോകാവസാനം വരെ അള്ളാഹു സൂക്ഷിക്കുന്നതാണ്. അങ്ങനെ സൂക്ഷിച്ച് ഇതുവരെ എത്തി. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാനും സാധിച്ചത്. പക്ഷെ പൂർവ്വപിതാക്കൾക്ക് ഇത്തരത്തിലുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ആ കാലഘട്ടത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ഒക്കെ ജീവിച്ചൊരു കാലം എന്ന് പറയുന്നത് അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 63 വയസ്സാകുന്നതിനിടയിലാണ് ഖുർആനിന്റെ അവതരണം പൂർത്തിയാക്കിയത്. ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിലൊക്കെ അവർക്കിത് കിട്ടാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവര് ലാത്ത, ഉസ്സ, മനാത്ത് പോലെയുള്ള വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ മരങ്ങളെ ഒക്കെ ആരാധിച്ചിരുന്നു എന്നത് കൊണ്ടൊന്നും അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അവർ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നിട്ടും റസൂലിന് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണം ചെയ്തു കൊടുത്ത് ഈ പ്രബോധന വീതിയിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടും അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതും നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരലോകത്ത് അള്ളാഹു ശിക്ഷ നൽകും എന്നതും നമ്മൾ മനസ്സിലാക്കുന്നു. അള്ളാഹു അലം. എന്തായാലും ആ പൂർവ്വപിതാക്കൾക്ക് ഇതിന്റെ സത്യസന്ധമായ ഒരു തിരിച്ചറിവും ബോധ്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് താക്കീത് നൽകപ്പെടുന്നതിന് വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോ ബോധ്യങ്ങളില്ലാത്തൊരു സമൂഹത്തിന് ബോധ്യപ്പെടുത്തലുകൾ കൊണ്ട് മാത്രമാണ് അവർക്ക് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കാനാവുള്ളൂ. ആ വഴി കാണിക്കാനുള്ള വേദമാണിത്. വഴി കാണിക്കാൻ വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം അത് മാതൃകയായിട്ട് കാണിച്ചു തരികയും ചെയ്തു എന്നതും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ആ സമൂഹത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന 6-ാം നൂറ്റാണ്ടിൽ എല്ലാ വിധത്തിലുള്ള അതിക്രമങ്ങളും ഉണ്ടാകാൻ കാരണം അവർക്ക് ഇത്തരത്തിലുള്ള മൂല്യാധിഷ്ഠിതമായ തത്വസമ്പൂർണമായ സാരസമ്പൂർണമായ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും മനസ്സിലാക്കി തരുന്ന ഏകനായ അള്ളാഹുവിനെയും പൂർവ്വപ്രവാചകന്മാരെയും മനസ്സിലാക്കി തരുന്ന ഒരു വേദം അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് താക്കീത് നൽകപ്പെടുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഇത് അവതരിപ്പിച്ചത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ലിതുൻസിറ, താക്കീത് നൽകപ്പെടുന്നതിന് വേണ്ടി ഖൗമൻ, ഒരു ജനതയ്ക്ക്, മാ ഉൻസിറ ആബാഉഹും, അവരുടെ പിതാക്കൾക്ക് താക്കീത് നൽകപ്പെട്ടിരുന്നില്ല, ഫഹും, അപ്പോൾ അവർ ഗാഫിലൂൻ, അശ്രദ്ധയിൽ കഴിയുന്നവരായിരുന്നു. അശ്രദ്ധയിൽ കഴിയുന്ന ജനവിഭാഗത്തെ ശ്രദ്ധാലുക്കളാക്കുന്നതിന് കൂടി വേണ്ടിയാണ് വിശുദ്ധ വേദം. അപ്പൊ ഈ വിശുദ്ധ വേദം ഉണ്ടായിരിക്കെ നമ്മൾ ആരും അശ്രദ്ധയിൽ കഴിയരുത്. നമ്മൾ കൂടുതൽ ജാഗ്രതയും കൂടുതൽ ശ്രദ്ധയുള്ളവരും ഖുർആനിന്റെ ആശയങ്ങളും ഖുർആനിന്റെ അർത്ഥവും മനസ്സിലാക്കി ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടവരാണ്. ഇനി അവർക്ക് കിട്ടാത്തതുപോലെ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അശ്രദ്ധയിൽ കഴിയാനും പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് ലഖദ്, തീർച്ചയായും, ഹഖൽ ഖൗലു, വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു, അലാ അക്സരിഹിം, അവരിൽ അധികം ആളുകളുടെ കാര്യത്തിലും, അതുകൊണ്ട് തന്നെ ഹും, അവർ ലാ യുഅ്മിനൂൻ, വിശ്വസിക്കുകയില്ല എന്നാണ്. വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്കറിയാം. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആള് അവർക്ക് നന്നായിട്ട് അറിയുന്നത്. ഖുറൈശി തറവാട്ടിൽ
ഹാഷിം കുടുംബത്തിൽ അക്കാലത്തെ പ്രമുഖനായ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകനായിട്ട് സത്യസന്ധനായി, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത അൽ അമീൻ എന്ന് ഒരു നാട് മുഴുവൻ വിശേഷിപ്പിച്ചിരുന്ന സത്യസന്ധനായ ഒരു പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെയാണ് ഇത് വന്നത്. ആ പ്രവാചകനാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവും അക്കാലം തുടങ്ങി ഇന്നേ വരെ ലോകത്ത് അല്ലാഹു ഈ വിശുദ്ധ ഖുർആൻ വെച്ച് ലോകത്ത് സകല മനുഷ്യരെയും വെല്ലുവിളിച്ചിട്ടും ഇതുപോലൊരായത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ മാസ്മരികതയും ഇതിന്റെ അത്ഭുതവും ഇത് കാലാതീതവും കാലികവുമാണ് എന്നതുമൊക്കെ എല്ലാ കാലഘട്ടത്തിലെ മനുഷ്യർക്കും മനസ്സിലായിട്ടുള്ള സത്യങ്ങളാണ്. ഇതിനെ ഉൾക്കൊണ്ട് ഇതിനെ മനസ്സിലാക്കി ഇത് അംഗീകരിച്ച് വിശ്വസിച്ച് ഇതിൽ പറയുന്നത് പോലെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അവന് സുജൂദ് ചെയ്യുകയും അവന്റെ പ്രവാചകനെ അനുധാവനം ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതിന് പകരം അതിൽ വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ. അങ്ങനെ വിശ്വസിക്കാത്തവരുടെ കാര്യത്തിൽ അവർക്ക് ശിക്ഷയുണ്ടാകുമെന്ന് അള്ളാഹു രേഖയാക്കിയിട്ടുണ്ട്. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ അവരിൽ അധികം ആളുകൾ, അവരിൽ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലും ഇത് ഏതേത് കാലഘട്ടത്തിൽ ഈ വിശുദ്ധ വേദപുസ്തകം മനുഷ്യരുടെ കരങ്ങളിലുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെയുള്ള വിശ്വസിക്കാത്ത, തിരിച്ചറിയാത്ത ഈ ഖുർആനിന്റെ ആധികാരികതയെ, ഇത് പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് ലഭിച്ചതാണ് എന്ന വസ്തുതയെ അംഗീകരിക്കാതെ അത് ഉൾക്കൊള്ളാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആരുടെ കാര്യത്തിലും ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ലാ യുഅ്മിനൂൻ, അവര് വിശ്വസിക്കുകയില്ല. അവർ വിശ്വസിക്കുകയില്ല എന്നത് ത്രികാലജ്ഞാനിയായിട്ടുള്ള അള്ളാഹ്ക്ക് അറിയുന്ന കാര്യമാണ്. അള്ളാഹു എഴുതി വെച്ചതുകൊണ്ട് അവർ വിശ്വസിക്കാത്തതല്ല. വിശ്വസിക്കാൻ പാകത്തിലുള്ള എല്ലാ കഴിവും അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാലോ, കാണാനുള്ള കണ്ണുകൾ 80% അറിവ് നമ്മൾ സ്വായത്തമാക്കുന്നത് ഈ കാഴ്ചകളിലൂടെയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ, മനുഷ്യരെ, സസ്യജീവജാലങ്ങളെ, ജന്തു ജീവജാലങ്ങളെ, സസ്യലതാദികൾ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ തന്നെയും അള്ളാഹുവിന്റെ കയ്യൊപ്പുണ്ട്. അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവടയാളങ്ങളുണ്ട്. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് തെളിവടയാളങ്ങളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൈരേഖ പോലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രേഖയും ഒരു മനുഷ്യന്റേതും വേറൊരാളുടേതിന് തുല്യമല്ല. ഖുർആൻ അത് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ കൈ പൊള്ളലേറ്റി ഈ തൊലി അടർന്നു പോയാലും വീണ്ടും വരുന്ന തൊലിയിൽ പോലും ആ രേഖകൾ അതേപോലെയുണ്ട്. ആരാണ് ഇത്രയും സൂക്ഷ്മമായി ഇതിനെ സംവിധാനിച്ചത്? എങ്കിൽ ആ പടച്ച തമ്പുരാനാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവിന്റെ വചനമാണ്, ആ സൃഷ്ടാവ് നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ വേദം എന്ന് പറയുന്നത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് നമുക്ക് എത്തിയത്. എങ്കിൽ അത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അവരുടെ കാര്യത്തിൽ ശിക്ഷ യാഥാർത്ഥ്യമായിരിക്കുന്നു, അവരതുകൊണ്ട് വിശ്വസിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അബൂലഹബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. അബൂലഹബിന്റെ സ്വത്തോ സന്താനങ്ങളോ ഒരു നിലക്കും അവന് ഗുണം ചെയ്യില്ല എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് കേട്ടിട്ടും സഹാബികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൂറത്ത് ലഹബ് ഓതി നടന്നിട്ടും അബൂലഹബ് വിശ്വസിക്കില്ല എന്ന് അള്ളാഹ്ക്കറിയാം. വിശ്വസിച്ചില്ല, മരിക്കുന്നത് വരെ വിശ്വസിച്ചില്ല. അബൂലഹബ് വിശ്വസിച്ചെങ്കിൽ ഖുർആനിന്റെ ആധികാരികതയ്ക്ക് അത് ഭംഗം വരുത്തും, കോട്ടം തട്ടും. അബൂലഹബ് വിശ്വസിക്കില്ല എന്നത് അള്ളാഹ്ക്കറിയാം. അത് തന്നെയാണ് അള്ളാഹ് പറയുന്നത്, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ അധികം ആളുകളുടെ കാര്യത്തിലും ആ ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഫഹും, അതുകൊണ്ട് തന്നെ അവർ ലാ യുഅ്മിനൂൻ, വിശ്വസിക്കുകയില്ല. അപ്പൊ നമുക്ക് ബുദ്ധിയുണ്ട്, മറ്റിതര ജീവജാലങ്ങൾക്ക് അല്ലാഹു വേദം അവതരിപ്പിച്ചിട്ടില്ല, മനുഷ്യന് മാത്രമാണ്. അപ്പൊ ഇത്രയും സിദ്ധിയും കഴിവും ഒക്കെയുള്ള ഒരുപാട് ശേഷികളുള്ള
ഒരുപാട് സവിശേഷതകളുള്ള മനുഷ്യൻ ഈ വേദത്തെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് അതിനെ സത്യപ്പെടുത്തി അംഗീകരിച്ച് ആ പ്രപഞ്ച സൃഷ്ടാവിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ശ്രദ്ധിച്ച് അത് പാലിച്ച് അവൻ പ്രതാപശാലിയും അവൻ കരുണാനിധിയുമാണ് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ സത്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, അത് ഖുർആനിന്റെ ഹൃദയമാണ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് നമ്മളോട് ഇങ്ങനെ എത്രത്തോളം നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, അതിലെത്ര കാര്യങ്ങൾ ഉണ്ട് എന്നതൊക്കെ നമുക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയുന്നത് ഇത് തത്വസമ്പൂർണമായ ഖുർആനാണ്. മുഹമ്മദ് നബിയെ താങ്കളാണെങ്കിലോ പൂർവ്വ പ്രവാചകന്മാരിൽ ഞാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽപ്പെട്ട ഒരാള് തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ എന്താ പറയാ അംഗീകരിച്ച് അള്ളാഹു ഇങ്ങനെ ശരിക്കും റസൂൽ ഇന്നതാണ് എന്ന് ലോക മനുഷ്യരെ ബോധ്യപ്പെടുത്തി ഒക്കെ പറയാണ്. ആ റസൂലാകട്ടെ നേരായ പാതയിലാണ്. ഈ വേദമാകട്ടെ തൻസീലൽ അസീസിർ റഹീം, പ്രതാപശാലിയും കാരുണ്യവാനുമായ അള്ളാഹുങ്കൽ നിന്ന്, കരുണാനിധിയായിട്ടുള്ള അള്ളാഹുങ്കൽ നിന്ന് അവതരിച്ചതാണ് ലിതുൻദിറ ഖൗമൻ, ഒരു ജനതയ്ക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി. മാ ഉൻസിറ, താക്കീത് നൽകപ്പെട്ടിട്ടില്ല ആബാഉഹും, അവരുടെ പിതാക്കൾക്ക്, ഫഹും, അതുകൊണ്ട് തന്നെ അവർ അവർ അശ്രദ്ധയിൽ കഴിയുന്നവരായിരുന്നു. ഇത് കിട്ടിയിട്ടില്ലേ നമ്മളും അശ്രദ്ധയിലായിരിക്കൂലേ? ആലോചിച്ച് നോക്കുക. നമ്മളും ശരിക്കും എല്ലാവിധത്തിലുള്ള അശ്രദ്ധയിലും പെട്ടുപോകുമായിരുന്നു. ലഖദ് ഹഖൽ ഖൗലു, തീർച്ചയായും വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു, അലാ അക്തരിഹിം, അവരിൽ അധികം ആളുകളുടെ പേരിലും, ഫഹും, അത് അധികം ആളുകളുടെയും കാര്യത്തിൽ വചനം യാഥാർത്ഥ്യമായിരിക്കുന്നു, ഫഹും, അതുകൊണ്ട് തന്നെ അവർ ലാ യുഅ്മിനൂൻ, വിശ്വസിക്കുന്നവരല്ല. ശരിക്കും അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ചുറ്റുമുള്ള എല്ലാ യാഥാർത്ഥ്യങ്ങളിലൂടെയും അള്ളാഹുവിനെ മനസ്സിലാക്കി ഈ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പരലോക മോക്ഷം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും എല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ധന്യതയും നൽകുകയും നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റി അവന്റെ യഥാർത്ഥ ദാസന്മാരിൽ ഉൾപ്പെട്ട് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുകയും പരലോകത്ത് സ്വർഗം ലഭിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.